അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇവിടെ ആമിനേസ് പറയുന്നുണ്ട്. ആഷ് ബ്രോ സ്മിത ചേച്ചിയോടും പ്രവിത ചേച്ചിയോടും എൻ്റെ അന്വേഷണം അറിയിക്കുമോ പ്ലീസ്? ഇപ്പം അറിയാം കേട്ടോ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിരിക്കുന്നത്. സ്മിത ഹരിദാസ് ക്ഷേത്രനടയിലുണ്ട്. പ്രവിത ലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ അമ്പ ഓഡിറ്റോറിയത്തിലുണ്ട്. ഗോപിക സുരേഷ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലുണ്ട്. ശ്രീരാധാകൃഷ്ണൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ തിരക്കിൻ്റെ വിവരങ്ങൾ നൽകാനുണ്ട്. ആദ്യം സ്മിതയിലേക്കാണ് പോകുന്നത്. സ്മിത, എല്ലാം ഓക്കെ അല്ലേ? ഓൾ സെറ്റിൽ. നല്ല ചൂടാണ്. അപ്പോൾ ചൂടിനെ അതിജീവിക്കാൻ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ സന്നദ്ധ സംഘടനകളും എല്ലാ വർഷവും വളരെ കാര്യക്ഷമമായി തന്നെ നടക്കാറുണ്ട്. വെള്ളം സംഭാര വിതരണം ഒക്കെ. എന്തായാലും എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് ഹാഷ്മി. എന്റെ പുറകിലുള്ള ഈ നിരകൾ തന്നെ കണ്ട നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് മകം നാളായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്തവണ കാർത്തിക നാൾ മുതൽ തുടങ്ങിയ തിരക്കാണ്. മകം നാളായപ്പോഴേക്കും അങ്ങ് സാധാരണ പൊങ്കാലയ്ക്ക് ഇല്ലാത്ത അത്രയും തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ക്ഷമാശീലം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ നിരനിരയായി ഇത്രയോ മണിക്കൂറുകളായി ക്യൂവിൽ നിൽക്കുകയാണ് ഇവര്. പകുതി പേരെ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കും ചെറിയ ചെറിയ ഇടവേളകളിൽ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, നീണ്ട കാത്തിരിപ്പ്. അതിനിടയിൽ ചൂടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചില പരാതികൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലും കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഇത്തവണ. പുരുഷന്മാരുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ സ്ത്രീകളാണ് ഭൂരിഭാഗവും എത്തിയിട്ടുള്ളത്. പല പ്രായത്തിലുള്ള സ്ത്രീകളുണ്ട്, കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെ ദൃശ്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഹാഷ്മി. ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഭക്തജനങ്ങൾ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായി എത്രയോ ഇടങ്ങളിൽ നിന്ന്, ദൂരെ നാടുകളിൽ നിന്നെല്ലാം വന്ന് 2-3 ദിവസമായി ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, ബന്ധുവീടുകളിലൊക്കെ താമസിച്ച് പൊങ്കാലയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളവരാണ്. അവർ എല്ലാ ദിവസവും രാവിലെ വരുന്നു, ഈ ക്യൂവിൽ നിന്ന് ദേവിയെ ദർശിക്കുന്നു. ഒപ്പം തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഒരേ സമയം തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ തോറ്റമ്പാട്ട് ഉണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ തോറ്റമ്പാട്ടുണ്ട്. കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ കുറച്ചു മുൻപേ ഇവിടെ വന്നു പോയി കഴിഞ്ഞു. അതുപോലെ സ്ത്രീകളോടൊക്കെ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ 24-നോട് ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇനി ഒന്ന് വളരെ പെട്ടെന്ന് ഇവരോടൊന്ന് ചോദിക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? ഒരുപാട് മണിക്കൂറുകളായല്ലേ? ഞങ്ങൾ രാവിലെ 8:30 ഇവിടെ കയറിയതാ. ചൂട് എത്തണം. എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂട്. വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ടോ ചേച്ചി? എല്ലാ കൊല്ലം അമ്പലത്തിലില്ല, മുട്ടത്തറയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. ഈ വർഷം എനിക്ക് ഇവിടെ വന്ന് അമ്മയെ തൊഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 6 മണിക്ക് വന്നതാണ്. ഇതിന് ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ. ചൂട് എങ്ങനെയുണ്ട്? അത് ഗംഭീര ചൂടാ. എന്നാലും അമ്മയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് എത്തിച്ചു. 18 വർഷം എല്ലാ കൊല്ലം വരാറുണ്ട്. 24 ആറുണ്ട് ചേച്ചി കാണുന്നത്. അതിനിടയിൽ അതും ചോദിക്കണമല്ലോ ഹാഷ്മി. നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ 24-നോടുള്ളൊരു സ്നേഹം, പ്രേക്ഷകരുടെ സ്നേഹം, SKനെ അന്വേഷിക്കുന്നവരുണ്ട്, ഹാഷ്മി അന്വേഷിക്കുന്നവരുണ്ട്. അങ്ങനെ ആ സ്നേഹവും അറിഞ്ഞാണ് നമ്മൾ ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഓക്കെ, സ്മിതയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വിവരം. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. പ്രവിത ലക്ഷ്മിയോട്. പ്രവിത, അമ്പ ഓഡിറ്റോറിയത്തിലും ഏതാണ്ട് സമാന കാഴ്ചയാവില്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വലിയ തിരക്ക് തലേ ദിവസം തന്നെ പ്രകടമാണല്ലേ പ്രവിത? കാശ്മീർ തീർച്ചയായിട്ടും ഇപ്പം ഈ എന്റെ പിറകിലുള്ള ആ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുമാത്രം ആളുകളാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്നത്. നാളെയാണ് പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നതെങ്കിലും തിരുവനന്തപുരം ജില്ല മാത്രമല്ല, ഒരുപക്ഷെ സംസ്ഥാനത്തെ നിന്നുള്ള ആറ്റുകാൽ ഭക്തർ എല്ലാവരും തന്നെ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആഹ്മി ചോദിച്ചതുപോലെ അമ്പ ഓഡിറ്റോറിയം ഞാൻ നിൽക്കുന്നതിന് തൊട്ട് സമീപമാണ്. ആ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ഇഷ്ടികകൾ, അതായത് ചുടുകട്ടകൾ നിരത്തി അവർക്ക് പൊങ്കാല ഇടാനുള്ള ആ സ്ഥലം ഇപ്പോഴേ പിടിച്ച് അവിടെ കാത്തിരിക്കുന്ന ജനങ്ങളെ കാണാൻ സാധിക്കും. നാളെ ഈ പ്രദേശം ഒരു യാഗശാലയായി മാറാൻ പോവുകയാണ്. അതിനു മുൻപായി അവർക്ക് വേണ്ട ആ സ്ഥലം, ആ പൊങ്കാലയിടാൻ, അതായത് ഈ ക്ഷേത്രത്തോട് സമീപം ചേർന്ന് കിടക്കുന്ന ആ ഒരു മൈതാനമാണിത്. ആ മൈതാനത്ത് അവർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലം പിടിച്ചിരിക്കുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 1 മണിക്ക് നട അടച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവിടേക്ക് ഒഴുകുകയാണ് ഭക്തർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ തന്നെയും നട അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ക്ഷേത്രത്തിനകത്തേക്ക് ഇവരെ പ്രവേശിപ്പിച്ച് കടത്തി വിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ചേച്ചിമാരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി എവിടുന്നാ വന്നേ? കൊല്ലത്തുനിന്ന്. സ്ഥിരമായി വരുന്നതാണോ പൊങ്കാല? വരുന്നത്. എത്ര വർഷമായി? ഞങ്ങള് 6-7 വർഷം കൊണ്ട് വരുന്നത്. ഇത്തവണ ചൂട് കൂടുതലാണ്, തിരക്കും കൂടുതലാ. കഴിഞ്ഞ തവണത്തെ തിരക്ക് കൂടുതലാ. അപ്പൊ ചേച്ചിക്ക് പൊങ്കാല ഇടാനുള്ള സ്ഥലമൊക്കെ കിട്ടിയോ? ആ സ്ഥലം അമ്പ കൂടെ ഒരു വീടുണ്ട്, വീടൊക്കെ കിട്ടി. അവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുക. അതെ, ഈ പൊങ്കാലയ്ക്ക് അപ്പൊ നാളെ രാവിലെ എത്ര മണിക്ക് എത്തും?
ഞങ്ങള് ഇപ്പം അങ്ങ് നമ്മുടെ സ്ഥലത്ത് അങ്ങ് പോവുക പൊങ്കാല ഇടാനായിട്ട്. ഇനിയിപ്പോ നാളെ രാവിലെ ഇപ്പൊ പോവുക. അങ്ങനെയാണ് കണ്ടോ, കൊല്ലത്തുനിന്ന് വന്ന ചേച്ചിയാണ്, സ്ഥിരമായി പൊങ്കാല ഇടാൻ വരുന്നതാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തർക്കും പറയാനുള്ളത്. വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളെയാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇത്രയധികം ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ കനത്ത സുരക്ഷാ സംവിധാനവും ഒപ്പം തന്നെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ തിരക്ക് അധികം പരിഗണിച്ച് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. 3500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ പോലീസുകാരെ കൂടുതലായി വിന്യസിക്കുന്നുണ്ട്. ഒരുപക്ഷെ പുരുഷ പോലീസിന് ഒരു പരിധിക്കപ്പുറം ഒന്നും ഈ തിരക്കിൽ ഇടപെടാൻ സാധിക്കില്ല. അല്പസമയം മുൻപ് നമ്മൾ കണ്ടിരുന്നു, വലിയ തിരക്ക് വന്നപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ആ തിരക്ക് നിയന്ത്രിക്കാൻ. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് വനിതാ പോലീസുകാർക്കായിരിക്കും ഇത് നന്നായി നിയന്ത്രിക്കാൻ സാധിക്കാന്ന്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വനിതാ പോലീസുകാരെ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് വരെ ഇവിടെ 3 ഓഡിറ്റോറിയം ഉണ്ട്, ഹാഷ്മി, അംബിക, അംബാലിക. ഈ 3 ഓഡിറ്റോറിയങ്ങളിലും 3 വേദികളിലും പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഭജന നടക്കും. അതിനുശേഷം മറ്റ് പ്രകടനങ്ങളൊക്കെ കലാരൂപങ്ങളൊക്കെ ഈ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടുള്ള കലാപ്രകടനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഒപ്പം മറ്റ് ആളുകളെല്ലാം അതുപോലെയുള്ള മറ്റ് VIP-കളും ഒക്കെ എത്തും എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ എത്തുന്ന സാധാരണക്കാർക്ക് ഈ ചൂട് കൂടി പരിഗണിച്ച് നീർജലീകരണം ഉൾപ്പെടെ വരാനുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ലഘുഭക്ഷണം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ഒപ്പം ഈ ക്ഷേത്ര പരിസരത്തേക്ക് ഇത്രയധികം ആളുകൾ എത്തിച്ചേർന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് കൂടുതൽ വാഹനങ്ങളെ കടത്തിവിടാൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നാണ് ഹാഷ്മി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രവിതാലക്ഷ്മിയാണ് അമ്പ ഓഡിറ്റോറിയത്തിൽ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവിടെ എല്ലാ സന്നദ്ധ സംഘടനകളൊക്കെ ഇറങ്ങി കുടിവെള്ളവും സംഭാരവും ഒക്കെ ഒരുപാട് കൊടുക്കാറുണ്ട്. നാളെയും അതിന് മാറ്റം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കൊടുംചൂടിൻ്റെ സമയം കൂടിയാണ്. ഗോപിക സുരേഷാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ നിൽക്കുന്നത്. ഗോപിക, തോറ്റമ്പാട്ട് വരാനിരിക്കുന്നു, കുത്തിയോട്ടം, അങ്ങനെ ഇനിയിപ്പോൾ ആഘോഷങ്ങളാണ്. ഉത്സവ പൊലിമ ഇപ്പോൾ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രകടവുമാണ്. ഗോപിക. ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഈ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്താണ്. ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് സ്ഥലം കിട്ടാത്തവർ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം ഓടി വന്ന് സ്ഥലം പിടിക്കുന്ന ഒരു മേഖലയാണിത്. നമുക്ക് ദൃശ്യങ്ങളെ കാണാം. ഇവിടെയൊക്കെ അടുപ്പ് കൂട്ടി നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, കൊതുമ്പും ചൂട്ടും അടക്കം പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ അടക്കം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ ഒരു വലിയ നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, അങ്ങ് അറ്റം വരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും ബേക്കർ ജംഗ്ഷനിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും ചാക്ക, പേട്ട തുടങ്ങി അങ്ങ് കരിക്കകം ക്ഷേത്ര പരിസരം വരെ നീണ്ടു കിടക്കുന്ന വലിയ തരത്തിലുള്ള ഭക്തരുടെ ഒരു നിരയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഈ കാണുന്ന ചേച്ചിമാരൊക്കെ തന്നെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയതാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞാൻ ചെമ്പഴന്തി. എല്ലാ വർഷവും വരാറ്? എല്ലാ വർഷവും വരാം. എവിടെ സ്ഥലമൊക്കെ നേരത്തെ ഇന്നലെ ഒന്ന് പിടിച്ചിട്ട് പോയതാ. ഹാഷ്മി, നമ്മൾ കണ്ടതുപോലെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ചൂടും തിരക്കുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സിനുള്ളിൽ ഇങ്ങനെ വലിയ തരത്തിലുള്ള ഭക്തരുടെ തിരക്കാണ്. ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങള് മൈനാവപ്പള്ളി. ഇന്നലെ വന്നിരുന്നോ അതോ ഇന്നാണോ? ഇന്നലെ വന്ന. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്? വെള്ളമൊക്കെ കിട്ടി കുടിച്ചു. അങ്ങനെ ഹാഷ്മി, ഇവിടെ വലിയ തരത്തിലുള്ള തിരക്കാണ്. കണ്ടോ, ഇവിടെ വിശ്രമിക്കുന്ന അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അങ്ങനെ ഒരു തണൽ കിട്ടിയപ്പോൾ അങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന നിരവധി പേരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കേരളം അനന്തപുരിയിലേക്ക് ചുരുങ്ങുന്നതിന്റെ ഒരു കാഴ്ച തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഹാഷ്മി. ഗോപികയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആറ്റുകാലിൽ ഇഷ്ടിക വെക്കാൻ സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. അപ്പോൾ അവിടെ നീണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പത്മനാഭ ക്ഷേത്ര പരിസരത്തൊക്കെ അടുപ്പ് കൂട്ടാറുണ്ട്. ശ്രീനിത കൃഷ്ണ കൂടിയുണ്ട്. ശ്രീനിത, എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണെന്ന് തോന്നുന്നു. വലിയ തിരക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്?
ഹാഷ്മി, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഇവിടെ വരുന്ന ഓരോ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ആറ്റുകാലിലേക്കുള്ളവരാണ്. അപ്പോൾ ഇതാ നമുക്ക് ഈ ക്യൂ ഒക്കെ കാണാൻ കഴിയും. ഇത് റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രീപെയ്ഡ് ഓട്ടോൻ്റെ ക്യൂ ആണ്. ഇവരെല്ലാവരും ആറ്റുകാലിലേക്കുള്ള ആൾക്കാരാണ്. ഇതാ ഈ ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കൂ. അവരുടെ കയ്യിൽ കൊതുമ്പൊക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണല്ലോ വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത് ചേച്ചി? വർക്കല. എല്ലാ വർഷവും വരാറുണ്ടോ? ട്രെയിനിലാണോ വന്നത്? ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നോ? നല്ല തിരക്കുണ്ടായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എല്ലാവരും വർക്കലയെന്നാണോ വരുന്നത്? തിരക്കായാലും കുഴപ്പമില്ല അല്ലേ? ആറ്റുകാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കാന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതെ. അപ്പോൾ ഇവര് കൊതുമ്പും ബാക്കി നിവേദ്യം അർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ, കാല് വെക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് പറയുന്നത്. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല എങ്കിൽ കൂടിയും എല്ലാവരും, എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും ഇന്ന് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റ് നമുക്കറിയാം KSRTC ബസ് സ്റ്റാൻഡാണ്. അവിടെയും ഇതേ രീതിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല ജില്ലകളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകൾ, ചേച്ചിമാർ, അമ്മമാർ, അനിയത്തിമാർ എല്ലാവരും ഇങ്ങോട്ട് ഒഴുകിയെത്താണ്. ഞാനിപ്പം കുറച്ച് മുമ്പാണ് നമ്മുടെ കാക്കനാട്ട് ഓഫീസിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പം ഞാനുണ്ടായിരുന്ന ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ ചേച്ചിമാർ മുഴുവനും ആറ്റുകാലിലേക്കാണ് വന്നത്. അപ്പോൾ അവരുടെ സംസാരത്തിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ചൂടും തിരക്കും ഒക്കെ കാണുമ്പോൾ വിചാരിക്കും പോവണ്ട എന്ന് വിചാരിക്കും, പക്ഷേ അവസാന നിമിഷമെത്തുമ്പോൾ പോവാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഒരു ചിന്തയിലാണ് എല്ലാ സ്ത്രീകളും ഇങ്ങോട്ടേക്ക് വരുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇനി ഈവനിങ് ഒക്കെ സന്ധ്യയൊക്കെ ആകുമ്പോഴേക്കും നിലത്ത് മണ്ണ് വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്ര തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹാഷ്മി, ശ്രീനിതയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ പോയ വർഷത്തേക്ക് അപേക്ഷിച്ച് വലിയ തിരക്കിൻ്റെ സൂചനയാണ്. അപ്പോൾ നാളെ റെക്കോർഡ് പൊങ്കാല എന്നൊക്കെ പറഞ്ഞ കണക്കിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വസന്തകുമാരിക്ക് പറയുന്നു, ഈ കൊടുംചൂടിൽ കുടിവെള്ളം നൽകുന്നവർക്ക് സല്യൂട്ട് പറയുകയാണ്. അത് തിരുവനന്തപുരത്തുകാരുടെ ഒരു ആഘോഷമാണ് എല്ലാ വർഷമുള്ള പൊങ്കാല. അപ്പോൾ അവിടെ വെള്ളം കൊടുക്കൽ, സംഭാവന കൊടുക്കൽ മത്സരിച്ച് നടക്കുന്ന കാലമാണ്. അപ്പം എനിക്ക് ദീർഘകാലത്തെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ സ്റ്റാച്യു ഒരു ചായക്കട ഒരു കടയുണ്ടായിരുന്നു, പെട്ടിക്കട. ചായക്കട എല്ലാം ഉള്ളത് നമ്മുടെ മൂന്നഞ്ചേട്ടൻ്റെ കടയാണ്. ആ കട കേന്ദ്രീകരിച്ച് നമ്മളും കുറേ സംഭാരവും നാരങ്ങ വെള്ളവും ഒക്കെ കൊടുത്ത നൊസ്റ്റാൾജിയ